പണ്ട് ദരിദ്രനായ ഒരു ഭക്തൻ തൻ്റെ കൈവശമുള്ള ആകെ സമ്പാദ്യമായ 3 മഞ്ചാടിക്കുരുക്കളുമായി ഭഗവാനെ കാണാൻ ഗുരുവായൂരിലെത്തി. ക്ഷേത്രത്തിൽ വലിയ പണക്കാരും പ്രഭുക്കന്മാരും പൊന്നും പണവും വഴിപാടായി സമർപ്പിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. തൻ്റെ കയ്യിലുള്ള ഈ 3 കുരുക്കൾ കണ്ണന് നൽകിയാൽ ആരെങ്കിലും പരിഹസിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. മറ്റാരും കാണാതെ വിഗ്രഹത്തിന് മുന്നിലെ വലിയ മഞ്ചാടിക്കൂട്ടിലേക്ക് തൻ്റെ കുരുക്കളിടാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ തിക്കിലും തിരക്കിലും പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ മഞ്ചാടിക്കുരുക്കൾ താഴെ മണ്ണിൽ വീണുപോയി. ആ വലിയ തിരക്കിനിടയിൽ മുട്ടുകുത്തിയിരുന്ന് ആ പാവം ഭക്തൻ മണ്ണിൽ പരതി. പക്ഷേ ഒരു കുരു പോലും കണ്ടെത്താനായില്ല. കണ്ണുനീരോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, "കണ്ണാ, നിനക്കെൻ്റെ ഈ നിസ്സാരമായ സമ്മാനം പോലും വേണ്ടേ?" സങ്കടം സഹിക്കാനാവാതെ അദ്ദേഹം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രി ഗുരുവായൂർ മേൽശാന്തിക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. ഭഗവാൻ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, "ഇന്നെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിവേദ്യം ആ ഭക്തൻ സമർപ്പിക്കാൻ ആഗ്രഹിച്ച ആ 3 മഞ്ചാടിക്കുരുക്കളാണ്. അവ ഇന്നും മണ്ണിൽ കിടക്കുന്നത് എനിക്ക് വേദനയുണ്ടാക്കുന്നു. അവ കണ്ടെത്തി ഉരുളിയിൽ സമർപ്പിക്കൂ." പിറ്റേന്ന് പുലർച്ചെ മേൽശാന്തി ആ മഞ്ചാടിക്കുരുക്കൾ മണ്ണിൽ നിന്നും കണ്ടെടുത്തു. ഭഗവാന്റെ മഞ്ചാടിക്കൂട്ടിൽ അവ ഭക്തിയോട് നിക്ഷേപിച്ചു. ഭഗവാന് വേണ്ടത് ആഡംബരങ്ങളല്ല, മറിച്ച് നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ്. നമ്മുടെ ഉള്ളുരുകിയുള്ളൊരു വിളി മതി അവിടുന്ന് നമുക്ക് മുന്നിൽ ഓടിയെത്താൻ. ഹരേ കൃഷ്ണ.